അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, നമ്മുടെ മക്കളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ. ആ മക്കളുടെ ജീവിതത്തിൻ്റെ സന്തോഷത്തിന് വേണ്ടിയാണ് രാപ്പകലെന്നില്ലാതെ മാതാപിതാക്കൾ കഷ്ടപ്പെടുന്നത്, അധ്വാനിക്കുന്നത്. ആ പൊന്നുമക്കൾ സ്കൂൾ മദ്രസ പഠിച്ച് ഉയർന്ന മേഖലയിലെത്തണം, സൽപ്പേര് സൽകീർത്തി ഉള്ള ഇഹത്തിലും പരത്തിലും മാതാപിതാക്കൾക്ക് ഉപകരിക്കുന്ന മക്കളാകണമെന്ന് ആഗ്രഹിച്ച് പോറ്റി വളർത്തുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ബസ് സ്റ്റാൻഡിൽ നിന്ന് ഈ അടുത്ത ഒരു വീഡിയോ വല്ലാത്ത ഞെട്ടലോടുകൂടിയാണ് ലോകത്ത് തന്നെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ മുസ്ലിം സമുദായത്തിൻ്റെ പെൺകുട്ടികൾ, തീർച്ചയായും ഈ ഒരു വീഡിയോ കൊണ്ട് ഒരുപാട് പാഠമുണ്ട്. നമ്മുടെ മാതാപിതാക്കൾ ജോലി ആവശ്യത്തിന് വേണ്ടി പുറത്തു പോവുകയാണെങ്കിലും, അതുപോലെ സ്കൂൾ പഠിക്കാൻ പോവുകയാണെങ്കിൽ തീർച്ചയായും അവരുടെ സുഹൃത്തുക്കൾ ആരാണോ, പെൺ സുഹൃത്ത് മാത്രമാണോ ഉള്ളത്, കൂടെ ആൺ സുഹൃത്തുക്കളുണ്ടോ എന്നുള്ളതാണ്. ബസ് സ്റ്റാൻഡിൽ വെച്ച് പൊതുജനങ്ങളെല്ലാം ഉള്ള സ്ഥലത്ത് വെച്ചിട്ട് ഇത്തരത്തിലുള്ള അവസ്ഥയിലാകുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസുകളാണ് ഓർമ്മ വരുന്നത്. കാരണം നടു റോട്ടിലേക്ക് വ്യഭിചാരം തുടങ്ങുമെന്ന്. കാരണം ഉമർ റളിയല്ലാഹുവിൻ്റെ ഈമാനുള്ളവൻ്റെ ഫോറ പറയുന്നത്, നിങ്ങൾ നടു റോട്ടിൽ ചെയ്യില്ല, കുറച്ച് മാറി നിൽക്കിയെന്ന് പറയുന്നതിന് ഉമർ റളിയല്ലാഹുവിൻ്റെ ഈമാൻ്റെ ശക്തി എന്ന് പറയുകയാണ്. ആ ഒരു കാലത്തിലേക്കാണ് കടന്നു ചൊല്ലുന്നത്. സുബ്ഹാനല്ലാഹ്, ഈ പെൺകുട്ടികൾ ചെയ്യുന്ന ഈ ഒരു കാഴ്ചയുണ്ടല്ലോ, ഖിയാമത്ത് നാളിൻ്റെ അലാമത്ത് പോലെ. കാരണം ഈ പെൺകുട്ടി തന്നെ അവൻ്റെ കൈയും പിടിച്ച് ചെയ്യുന്ന ഈ ദൃശ്യം, എൻ്റെ പ്രിയപ്പെട്ടവരെ, വീഡിയോ പ്രകടിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ക്ഷമിക്കണം. കാരണം ഏകദേശം നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ചെറുപ്പക്കാരൻ്റെ കൈയും പിടിച്ച് ഈ ചെറിയ പെൺകുട്ടി, സ്കൂൾ പഠിക്കുന്ന വിദ്യാർത്ഥി ഇത്തരത്തിലുള്ള പ്രവൃത്തിയിൽ അകപ്പെട്ടാൽ നോക്കൂ നമ്മുടെ അവസ്ഥ. പെൺകുട്ടികൾ തന്നെ അങ്ങോട്ടാണ്. നോക്ക്, ആൺകുട്ടികളെക്കാൾ മുൻപന്തിയിലാണെന്ന് പെൺകുട്ടികൾ ഇത്തരത്തിലുള്ള ചീത്ത സ്വഭാവക്കാരികളായാൽ സമൂഹത്തിൻ്റെയും സമുദായത്തിൻ്റെയും അവസ്ഥ എങ്ങോട്ട് പോകുമെന്ന് ആലോചിക്കേണ്ടതുണ്ട്. അതും തലയിൽ ഷാള ധരിച്ച, ഫർദ ധരിച്ച, കാണാൻ നല്ല മുസ്ലിമത്തായ പെൺകുട്ടികൾ, കാരണം ഇമാൻധാരിയായ പെൺകുട്ടികളെ പോലെ. അതും ബസ് സ്റ്റാൻഡിൽ വെച്ച് ജനങ്ങളെ മുമ്പിൽ വെച്ച് തന്നെ ഇങ്ങനെ ചെയ്താൽ, ജനങ്ങളില്ലാത്ത അവസ്ഥയിൽ ഇവരുടെ കഥ എന്തായിരിക്കുമെന്ന് ഊഹിക്കാൻ മാത്രമേ ഉള്ളൂ. അള്ളാഹുവേ, നമ്മുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. ഇഹത്തിനും പരത്തിനും മാതാപിതാക്കൾക്ക് ഉപകരിക്കുന്ന മക്കളാക്കണേ റഹ്മാൻ. ഇത് വീട് ചെയ്യുമ്പോൾ പോലും ഇവർക്കൊരു കൂസലില്ല. എൻ്റെ പ്രിയപ്പെട്ടവർ നിസ്സാരമായി കാണുകയാണ്. ആൺ സുഹൃത്തും പെൺ സുഹൃത്തുമായിട്ടുള്ള ബന്ധങ്ങൾ, അവരുമായിട്ടുള്ള കെട്ടിപ്പിടുത്തങ്ങൾ, അവരുമായിട്ടുള്ള ചുംബനങ്ങൾ, ഇതൊക്കെ നിസ്സാരമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതും പ്രത്യേകിച്ച് മുസ്ലിം സമുദായം ഇതിന് മുൻപന്തിയിലും കൂടിയാണ്. അള്ളാഹുവെ, നമ്മുടെ മക്കളെ കാക്കണം. ഇത്തരത്തിലുള്ള തിന്മക്കെതിരെ എൻ്റെ പ്രിയപ്പെട്ടവർ വീഡിയോ എടുക്കുകയല്ല വേണ്ടത്. തീർച്ചയായും അവരെ ഉപദേശിക്കുകയോ, മൻ റഅ മുൻകറൻ ഫല്യുഗയ്യിർ യദിഹി, നീ ഒരു തിന്മ കണ്ടാൽ നിൻ്റെ കൈ കൊണ്ടത് തടയണം. ഫഇൻ ലം യസ്തതി, നിനക്ക് സാധ്യമല്ലേ, ഫബിലിസാനി, നാവ് കൊണ്ട് പറയണം. ഫഇൻ ലം യസ്തതി, അതിനും സാധ്യമല്ല, കൽബ് കൊണ്ട് അവർക്ക് പ്രാർത്ഥിക്കുന്നത് വേണം. അപ്പോൾ തടയുക എന്നുള്ള പ്രവൃത്തി ഒരാൾക്ക് ഒഴിവാകുന്നില്ല എന്നാണ്. കൽബ് കൊണ്ട് തടയാൻ സാധിക്കാത്തവൻ ആരാണ് പ്രിയമുള്ളവരെ? അപ്പോൾ സാധിക്കുന്നത്ര നാം ചെയ്യണം എന്നുള്ളതാണ്. അള്ളാഹുവേ, നമ്മുടെ മക്കളെ നീ കാത്തുകൊള്ളണേ റഹ്മാനെ. പ്രിയമുള്ളവരെ, ഇത് അപകടമാണ്, തീർച്ചയായും അപകടമാണ്. ഇത്രത്തോളം നിസ്സാരമായി കാണരുത്. ഇത് ഭാവിയിൽ വലിയ പ്രശ്നമുണ്ടാക്കും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.